നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ ഈ പര്യായപദം പഠിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ സമാന പദങ്ങൾ എന്നും പറയും. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നതാണല്ലോ. അപ്പോൾ ഏതാണ്ട് 3ാം ക്ലാസ് മുതലൊക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യത്തെ പര്യായപദത്തിൽ വരുന്നതാണ് വാക്കാണ് സൂര്യൻ. എല്ലാ കുട്ടികളും അത് പഠിക്കും. അർക്കൻ, ആദിത്യൻ, ദിവാകരൻ, അങ്ങനെ എല്ലാത്തിനും, ആകാശത്തിന് വ്യോമം, നഭസ്, ഗഗനം, ഇങ്ങനെ പോവുകയാണ്. എന്ന് പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ കുട്ടികൾ ഈ കാലം കഴിയുന്തോറും ഭാഷ ഇങ്ങനെ വികസിക്കും, പുതിയ പുതിയ അർത്ഥങ്ങളും വന്നു ചേരുമെന്നൊക്കെ പറയും. ശരിയാണെന്ന് തോന്നുന്നു. ഇപ്പം സൂര്യൻ എന്നുള്ളതിന് അർക്കൻ, ദിവാകരൻ, ആദിത്യൻ, ഇനിയിപ്പോൾ പിണറായി എന്നും കൂടി എഴുതും. എന്നെഴുതിയാൽ മാർക്ക് കൊടുത്തോണം. നമ്മുടെ ശിവൻകുട്ടി സഖാവ് പറയും, സൂര്യന് പര്യായം പിണറായി എന്നെഴുതിയ കുട്ടികൾക്കെല്ലാം മാർക്ക് കൊടുത്തോളാൻ പറയും. അങ്ങനെയാണല്ലോ എല്ലാ കുട്ടികളും നല്ല വിജയ ശതമാനത്തിൽ എത്തുകയും ഫുൾ A+ എത്തുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ VD സതീശൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരാൾ പറയുന്നു സൂര്യനാണെന്ന്, മറ്റൊരാൾ പറയുന്നു കഴുകനാണെന്ന്, കാരണഭൂതനാണെന്ന് പറയുന്നു, ദൈവത്തിൻ്റെ വരദാനമെന്നും പറയുന്നു. സംസ്ഥാനത്തെ എല്ലാ വികസനക്ഷേമ പദ്ധതികളും സ്തംഭിച്ചിരിക്കുമ്പോഴാണ് സ്തുതിപാഠക സംഘമിറങ്ങി വാഴ്ത്തിപ്പാടുന്നതെന്നാണ് സുധാകരൻ പറയുന്നത്. ഈ സ്തുതിപാഠക സംഘം ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? CPM-നകത്താണ്. ഇപ്പം ഇതിന് AKG സെൻറ്ററിന് പുറത്തൊരു വലയം തന്നെയുണ്ട്. ഈ സ്തുതിപാഠക സംഘമുണ്ട്. AKG സെൻറ്ററിൽ നിന്ന് സ്വിച്ച് ഇടുമ്പോൾ ഈ സാംസ്കാരിക നായ്ക്കൾ അങ്ങോട്ട് സ്തുതി പാടാൻ തുടങ്ങും. ഈ കാരണഭൂതൻ എന്നൊക്കെ ഉള്ളത് അങ്ങനെ വന്നതല്ലേ. അങ്ങനെ എന്തെല്ലാം ഇത് നടന്നിട്ടുണ്ട്. നമ്മുടെ പാവൻ ചെമ്മനം ചാക്കോ നടത്തിയത് സ്തുതിപാടലല്ല. അദ്ദേഹം പറഞ്ഞ എന്താണ്? പിണറായിക്ക് അദ്ദേഹം ശക്തമായിട്ട് ആ വാക്കിന് വേറൊരു തരത്തിൽ കൊണ്ടുവന്ന് മാറ്റി പുതിയ അർത്ഥതലങ്ങളും അദ്ദേഹം കൊടുത്തിട്ടുള്ളതാണ്. അത് മാന്യ പ്രേക്ഷകർക്ക് അത് മനസ്സിലായി കാണും. പിണറായി വിജയനെ കുറിച്ചുള്ള ഈ വ്യക്തിപൂജാ ഗാനങ്ങളെ പരിഹസിച്ചുകൊണ്ടും പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പം P. ജയരാജനെ കുറിച്ച് പാട്ടെഴുതിയപ്പോൾ വ്യക്തിപൂജയാണെന്ന് വിമർശിച്ച പാർട്ടിയാണ് ഇപ്പോൾ പിണറായി പൂജയെ ന്യായീകരിക്കുന്നത്. ഈ VS അച്യുതാനന്ദനും പാർട്ടിയുടെ ഉയർന്ന തലങ്ങളിൽ അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ തന്നെ VSന് കിട്ടിയ ഒരു വലിയ അംഗീകാരമുണ്ടല്ലോ. ആ അംഗീകാരം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ VS കടന്നു വരുമ്പോൾ തന്നെ VS കണ്ണേ കരളെ VS എന്ന് വിളിക്കും. അത് വളരെ അസഹിഷ്ണുതയോടുകൂടിയാണ് കാരണഭൂതൻ ഇരുന്ന് കേട്ടിട്ടുള്ളത്. ഒരിക്കൽ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളന സമയത്ത് സമാപന സമ്മേളനത്തിൽ VSന് കിട്ടിയ ആവേശവും മുദ്രാവാക്യം വിളികളും പിന്നെ അങ്ങോട്ട് പിണറായി എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ ഇവർക്കെതിരെ അങ്ങ് തിരിഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇത് വ്യക്തികൾക്കല്ല പ്രാധാന്യം. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നടന്ന ഒരു പിണറായിയുടെ യാത്രയുടെ അവസാനം ശംഖുമുഖത്ത് നടന്നത്, അത് കടലിലെ തിരമാല, ആ തിരമാലയെ ഉറുദു കവിതയുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞില്ലേ, ഒരു കൈക്കുമ്പിളിനകത്ത് ആ വെള്ളമെടുത്ത് ബക്കറ്റിലിട്ടിട്ട് ഈ തിരമാലയും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുകയുണ്ടായില്ലേ. അപ്പോൾ തനിക്കെന്തും ആകാം, തന്നെ ഏത് രീതിയിലും വാഴ്ത്തിക്കോളൂ, പക്ഷേ മറ്റുള്ളവരെ വാഴ്ത്തുന്നത് കാണുമ്പോൾ കേൾക്കുമ്പോൾ അസഹിഷ്ണുതയോടുകൂടിയാണ് ഈ പിണറായി വിജയൻ ഇരിക്കുന്നത്. P. ജയരാജനെ ഒതുക്കിയതിൻ്റെ പിന്നിൽ എന്താണ് കാര്യം? ഇത്തരത്തിൽ ജയരാജൻ പേരെടുത്ത് കഴിഞ്ഞപ്പോൾ ജയരാജനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി വടകരയിൽ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തി തുടർന്നിപ്പോൾ ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് കൊണ്ടുവന്നിരുത്തിയിരിക്കുകയല്ലേ. ഒതുക്കിയതിന് തുല്യമാണ്. ചെറിയാൻ ഫിലിപ്പിന് പോലും വേണ്ടാത്ത പദവിയാണ് ഉയർന്ന നേതാവായ ജയരാജൻ ഇരിക്കുന്നത്. അപ്പോൾ പിണറായി പൂജയെ ഇപ്പോൾ ന്യായീകരിക്കുകയാണ്. പിണറായി എന്താണ്? സൂര്യനാണെന്നും സൂര്യൻ്റെ അടുത്തേക്ക് പോയാൽ കരിഞ്ഞു പോകുമെന്നും ആണ് നമ്മുടെ പാർട്ടി സെക്രട്ടറി പറയുന്നത്. ശരിയാണ്. അതുകൊണ്ടല്ലേ ഈ മറ്റ് പാർട്ടിയിലെ ഈ പുങ്കവന്മാരൊന്നും തന്നെ മിണ്ടാതിരിക്കുന്നത്, അടങ്ങി ഒതുക്കി ഇരിക്കുകയാണ്. അദ്ദേഹം പിണറായി എന്ത് പറയുന്നോ അതിനെ ഓച്ചാനിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരിടയ്ക്ക് നമ്മൾ കേട്ടതാണ്, പിണറായി ധാരാളം പദങ്ങൾ ഭാഷയ്ക്ക് സംഭാവന ചെയ്തു. അതായത് പരനാറി, കുലംകുത്തി, അങ്ങനെ നിരവധി പദങ്ങളെ. ഇപ്പോൾ പിണറായിക്ക് അത് വേറൊരു സൂര്യൻ്റെ പര്യായപദമായി മാറുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മലയാള ഭാഷയിൽ വലിയ സംഭാവന നൽകിയിരിക്കുകയാണ് നമ്മുടെ
കാരണഭൂതൻ പിണറായി വിജയൻ അപ്പോൾ മറ്റൊരു എഴുത്തച്ഛനായി മാറുന്നു.